കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് ബേസ് മുതൽ മാത്സ് പഠിച്ചു തുടങ്ങാം. ഈ ഒരു സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഭിന്നസംഖ്യകളാണ് പഠിച്ചിട്ടിരിക്കുന്നത്, ഫ്രാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ കോൺസെപ്റ്റ് ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ നടക്കുന്നത്. ഇന്നുകൊണ്ട് അതിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ പഠിച്ച് തീർക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. നമ്മൾ ചോദ്യങ്ങൾ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് കോൺസെപ്റ്റുകൾ പറഞ്ഞ് 1-2 എക്സാമ്പിൾസ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. സോ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ഇന്ന് കൂടെ കഴിയുമ്പോൾ ടോപ്പിക്ക് കഴിയും, അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുള്ളത് പഠിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ വരാനായിട്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര എണ്ണം പറ്റുന്നുണ്ട്, ഏതൊക്കെ നമ്മുടെ മെമ്മറിയിൽ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാനേ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഭിന്നസംഖ്യകളുടെ താരതമ്യമാണ്. ഇത് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ ആണ്, ഫ്രാക്ഷൻസിൻ്റെ കമ്പാരിസൺ ആണ്. അതായത് എന്താണ് ഈ കമ്പാരിസൺ കൊണ്ട് ഉദ്ദേശിച്ചത്? ഇത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിനകത്ത് അല്ലെങ്കിൽ 4 സംഖ്യകൾ അല്ലെങ്കിൽ 5 ഭിന്നസംഖ്യകളിൽ നിന്നും ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് അറിയാനുള്ള മെത്തേഡായിരിക്കും, നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും. എങ്കിലും നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഈ 4 തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ചില ചോദ്യങ്ങൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ അത് ക്രോസ് ഒക്കെ ചെയ്ത് നോക്കുന്ന എളുപ്പത്തിൽ ചില ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. എഴുതി നോക്കണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 മോഡലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ മോഡലും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ മോഡലിലേക്ക് വരാം. ഈ ഒന്നാമത്തെ മോഡലിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് ഒന്നാമത്തെ ചോദ്യം. കണ്ടോ, ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ചോദ്യത്തിൻ്റെയും എല്ലാ ഫ്രാക്ഷൻ്റെയും ഛേദങ്ങൾ ഒരുപോലാണ്, ഡിനോമിനേറ്റർ ഒരുപോലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്കിത് എങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം? ഞാൻ 2 രീതിയിൽ പറയാം. ഒന്ന് ലോജിക്ക് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നും, 2 ലോജിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ അല്ലാണ്ട് ട്രിക്ക് വെച്ചിട്ട്, അതായത് എഴുതി വെച്ചിട്ട് കോൺസെപ്റ്റ് എഴുതി വെച്ച് എങ്ങനെ പഠിക്കാമെന്ന് നമ്മൾ പറയാം. അപ്പോൾ ഞാൻ ആദ്യം ലോജിക്ക് വെച്ച് പറയുകയാണ്. ഈ 15ൽ 4 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് നമുക്ക് നോക്കാം. 15ൽ 4 അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ വരുന്നത് കേട്ടോ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഏതാണ് വലുതെന്നും ഏതാണ് ചെറുതെന്നും നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, നോക്കി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്തുള്ള പ്രത്യേകത ഛേദങ്ങൾ ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഈ 15ൽ 4ൻ്റെ മീനിങ് ആദ്യം നോക്കാം. എന്താണ് 15ൽ 4 എന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്താണ്? ഒരു കേക്കിനെ നമ്മൾ 4 പാർട്ടാക്കുന്നു, അതിന് ഒരു പാർട്ട് എടുക്കുകയാണ്. കണ്ടോ, നമ്മൾ എങ്ങനെ ഈ ഭിന്നസംഖ്യ എഴുതുക? നമ്മൾ എഴുതുന്നത് 4ൽ 1 എന്നാണ്. കോൺസെപ്റ്റാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 4, അപ്പോൾ ഈ 4ൽ 1ൻ്റെ മീനിങ് എന്താണ്? ആകെ 4 ഭാഗങ്ങളുള്ളതിൽ ഒരു ഭാഗം എന്നാണ്. ആകെ എത്ര ഭാഗങ്ങളുണ്ട്? ആകെ 4 ഭാഗങ്ങളുണ്ട്, അതിൽ ഒരു ഭാഗം എന്നാണ് 4ൽ 1ൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ ഒന്നുകൂടെ പറയാണ്. ഞാൻ ഈ 2 ഭാഗം എടുക്കുന്ന വിചാരിച്ച് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? നമ്മൾ എഴുതുന്നത് 4ൽ 2 എന്നാണ്. ശരിയല്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ ഏതാണ് വലുതെന്ന് ചോദിച്ച് 4ൽ 1 ആണോ 4ൽ 2 ആണോ നോക്കി. രണ്ടും ഒരേ ഛേദമല്ലേ? അപ്പോൾ നോക്കിയേ, 4ൽ 1 എന്ന് പറയുമ്പോൾ ഇത്ര പാർട്ടേ നമുക്ക് കിട്ടുള്ളൂ, ഇതേ കിട്ടുള്ളൂ അല്ലേ? 4ൽ 2 ഇത്രയും നമുക്ക് ഒരാൾക്ക് കിട്ടും. അപ്പോൾ ഏതാ വലുത്? അത് വലുത് 4ൽ 2 ആണ് നമുക്ക് മനസ്സിലാവും. കാര്യം 4 ഭാഗങ്ങളിൽ 2 ഭാഗം കിട്ടുന്നതാണ് വലുത്. അപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് ലോജിക്കാണ് ഞാൻ പറയുന്നത്. 4ൽ 1ൻ്റെ മീനിങ് എന്താ? 4 ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അതിൽ ഒരു ഭാഗം ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 4 ഭാഗങ്ങളുണ്ട്, ഒന്ന് ഞാൻ എടുത്ത് എ എന്ന് പറയുന്ന ആളിന് കൊടുക്കുകയാണ്. ഇനി 4ൽ 2ൻ്റെ മീനിങ് എന്താണ്? എൻ്റെ കയ്യിൽ 4 ഭാഗങ്ങളുണ്ട്, അതിൽ 2 പാർട്ട് എടുത്ത് ഞാൻ ബി എന്ന് പറയുന്ന ആളിന് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ ആൾക്കായിരിക്കും ബിക്കായിരിക്കും. കാര്യം ബിക്ക് ആകെ 4 പാർട്ടിൽ 2 ഭാഗം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ബിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. ഇതാണ് കോൺസെപ്റ്റ്. ഇവിടേക്ക് വരാം, നോക്കാം. നമുക്ക് ഈ കോൺസെപ്റ്റ് ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കിയേ. എന്താ പറയുന്നത്? 15ൽ 4 എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ അർത്ഥത്തിൽ എന്താ മീനിങ്? ആകെ നമ്മുടെ കയ്യിൽ 15 ഭാഗങ്ങളുണ്ട്, അതിൽ 4 ഭാഗം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു. ഇനി എൻ്റെ കയ്യിൽ വേറൊരു 15 ഭാഗങ്ങളുണ്ട്, അതെന്ത് ചെയ്യുന്നു? അതിൽ 7 ഭാഗം ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2ൽ ഏതായിരിക്കും വലുത്? 15ൽ 7 ആയിരിക്കില്ലേ വലുത്? 15 ഭാഗങ്ങളിൽ 7 എണ്ണം എടുത്ത് കിട്ടിയ ആളായിരിക്കും വലുത്, അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടിയത്. സോ 15ൽ 7 ആയിരിക്കും വലുത്. നോക്കിയേ, 15ൽ 11 ഉണ്ട്. എന്താ മീനിങ്? 15 ഭാഗങ്ങളാകെ ഉള്ളതിൽ 11 ഭാഗം അയാൾക്ക് കിട്ടി, അപ്പോൾ അയാൾക്കല്ലേ വലുത്? ഈ ഉള്ളത് 3 നോക്കുമ്പോൾ 4ലേക്ക് വന്നേ, 15ൽ 13, ആകെ 15 ഭാഗമുണ്ട്, അതിൽ 13 ഭാഗവും ഒരാൾക്ക് കിട്ടി, അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? 15ൽ 13 ആയിരിക്കും. ശരിയല്ലേ? ഇത് ലോജിക്ക് വെച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്? ആകെ ഉള്ള ഭാഗങ്ങളിൽ എത്ര ഭാഗം കിട്ടി നോക്കിയാൽ മതി. എപ്പോഴാണ്? ഛേദങ്ങൾ ഒരുപോലെ ആകുമ്പോൾ. അപ്പോൾ ഛേദങ്ങൾ ഒരുപോലെ ആകുമ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? 15 ഭാഗങ്ങളിൽ 13 ഭാഗം കിട്ടിയതായിരിക്കും ഏറ്റവും വലുത്. ഇനി ഏറ്റവും ചെറുത് ഏതായിരിക്കും? 15ൽ 4 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം, ഇത് ചെറുതും ഇത് വലുതും.
കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ലോജിക്ക് വെച്ച് നമ്മൾ ചെയ്തത്. എങ്ങനെയാണ്, എന്താണ് ഒരു ഫ്രാക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്തതാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കിനി അത് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ പറ്റുന്നില്ല, എനിക്ക് അതിൻ്റെ നോട്ട് കിട്ടിയാൽ ഞാൻ പഠിച്ചോളാം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? നമുക്കിങ്ങനെ അതിൻ്റെ ടെക്നിക്ക് പറയുകയാണ്. അതായത് ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ, അപ്പോൾ ഓർത്തോളുക, ഛേദങ്ങൾ ഒരുപോലെ ആയപ്പോൾ നിങ്ങൾ നോക്കിയേ, വലുതേതാ? അംശം വലുതായതല്ലേ? അംശം വലുത് 13 അല്ലേ? ചെറുതായത് ഏതാ? അംശം ചെറുതല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഛേദങ്ങൾ ഒരുപോലെ ആയിട്ടുള്ള ഭിന്നസംഖ്യകളിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് അംശം വലുതായിരിക്കും, ചെറുതെന്ന് പറയുന്നത് അംശം ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? നോട്ട് നമ്മൾ എങ്ങനെ എഴുതി വയ്ക്കും? ഛേദങ്ങൾ ഒരുപോലെയാണ് എങ്കിൽ വലിയ അംശമുള്ള ഭിന്നസംഖ്യയായിരിക്കും വലുത്, ചെറിയ അംശമുള്ള ഭിന്നസംഖ്യയായിരിക്കും ചെറുത്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചോളൂ നിങ്ങൾ. അങ്ങനെ പഠിക്കുന്നവർ, നമ്മൾ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകളിൽ വലിയ അംശമുള്ളത് വലുതും ചെറിയ അംശമുള്ളത് ചെറുതുമായിരിക്കും. പഠിച്ചല്ലോ? ശരി, രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വന്നേ. എന്താ പറയുന്നത്? 8ൽ 2, 8ൽ 5, 8ൽ 6, 8ൽ 7. ഓക്കെ അല്ലേ? നമ്മൾ ആദ്യമേ നോക്കും, ഛേദങ്ങൾ ഒരുപോലാണോ? ഛേദങ്ങൾ ഒരുപോലെയാണ്. ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ എന്താ പ്രത്യേകത? നമുക്ക് നോക്കാം. ഛേദങ്ങൾ വലുതാണെങ്കിൽ ഒന്നുകിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ട് ട്രിക്കാണ് എഴുതി വെച്ച സാധനം. എന്താണ്? വലിയ അംശമുള്ളത് വലുതും ചെറിയ അംശമുള്ളത് ചെറുതുമായിരിക്കും. ശരിയല്ലേ? നമ്മളോട് ഒന്നുകിൽ ചെറുത് അല്ലെങ്കിൽ വലുതേ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചില്ല എന്താ മീനിങ്? നമ്മൾ ആദ്യം പഠിച്ച ലോജിക് മെത്തേഡ് ആണെങ്കിൽ എന്താ പരിപാടി? 8 ഭാഗങ്ങളുണ്ട്, 2 ഭാഗം ഒരാളെടുത്തു. 8 ഭാഗങ്ങളിൽ 5 വേറൊരാളെടുത്തു. 8 ഭാഗങ്ങളിൽ 6 വേറൊരാൾക്ക് കിട്ടി. ആകെ 8 ഭാഗങ്ങളിൽ 7 വേറൊരാൾക്ക് കിട്ടി. അപ്പോൾ ഏതായിരിക്കും വലുത്? 8 ഭാഗങ്ങളിൽ 7 കിട്ടിയതായിരിക്കും. സോ ഇത് വലുത്, ഇതെന്തായിരിക്കും? ഇത് ചെറുത്. അപ്പോൾ അത് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇല്ലെങ്കിലുള്ള പരിപാടി എന്താണ്? ഛേദം ഒരുപോലെ ആകുമ്പോൾ അംശം വലുതാണെന്ന് നോക്കും. അംശം വലുത് 7 അല്ലേ? അത് വലുത്. അംശം ചെറുതേതാ? 2, അത് ചെറുത്. അപ്പോൾ അതും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രശ്നമില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. ഈ ക്വസ്റ്റ്യൻ മോഡൽ 2ലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എന്താ പ്രത്യേകത? ഇവിടെ ഛേദങ്ങൾ ഒരുപോലെയാണോ? ഛേദങ്ങൾ ഒരുപോലെ അല്ല. അംശങ്ങൾ ഒരുപോലെയാണോ നോക്കുക. ഛേദങ്ങൾ ഒരുപോലെ അല്ലെങ്കിൽ പിന്നെ അംശങ്ങൾ ഒരുപോലെയാണ്. അംശത്തിലേക്ക് നോക്കുകയാണ്. കണ്ടോ? അംശങ്ങളെല്ലാം ഒരുപോലെയാണ്. അങ്ങനെയല്ലേ? അപ്പോൾ അംശങ്ങൾ തിരിഞ്ഞു പോകരുത്. ഇനിയാണ് ലോജിക്ക് പഠിച്ചിരിക്കുന്നവർക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതൽ. മറ്റു നമ്മൾ പഠിച്ചിരിക്കുന്ന ഓർമ്മയുണ്ടല്ലോ, 8 ഭാഗങ്ങളിൽ 2. ആ 8 ഭാഗങ്ങളിൽ 2. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. 1/8, 1/4, 1/6, 1/2. എന്താ പ്രത്യേകത? നമുക്ക് നോക്കാം. ഇവിടെ അംശങ്ങളെല്ലാം ഒരുപോലെയാണ്. നമുക്ക് ഇങ്ങനെയാണ് ചിന്തിക്കാൻ. ലോജിക് ബേസിന് 2 നമുക്ക് പറയാം. ലോജിക് ബേസ് ചിന്തിക്കുമ്പോൾ എന്താണ്? ഒരു സാധനത്തിനെ 8 ഭാഗിച്ചു. അങ്ങനെയല്ലേ? ഒരു സാധനത്തിനെ 8 ഭാഗിച്ചു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ കയ്യിൽ ഒരു കേക്ക് ഉണ്ട്. ഒരു കേക്ക് ഇത്രയുള്ള കേക്കാണെന്ന് വിചാരിച്ചോളൂ. ഇത് ഞാൻ 8 ഭാഗങ്ങൾ നമുക്ക് ചെറുതാക്കാം. 4 ഭാഗങ്ങളാക്കണം. ഞാൻ 4 ഭാഗങ്ങളാക്കി. കണ്ടോ? 4 ഭാഗങ്ങളാക്കി. അതൊരു പാർട്ടി എടുക്കേണ്ട. 4 ഭാഗങ്ങൾ ഒരു പാർട്ട്. അപ്പം 4-1. ശരിയല്ലേ? ഇതേ കേക്കിനെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇതേ സൈസിലുള്ള കേക്കിനെ തന്നെ ഞാൻ 6 ഭാഗങ്ങളാക്കേണ്ടത്. ഇങ്ങനെ 3 അല്ലേ? സോ നോക്കിയേ, 6 ഭാഗങ്ങളായില്ലേ? 1, 2, 3, 4, 5, 6. അപ്പോൾ 6-1 ഒരു ഭാഗം എടുക്കുകയാണ് ഞാൻ. ഈ ഒരു ഭാഗം കണ്ടോ? ഇനി ഞാൻ ഇതിനെ സാധാരണ ഞാൻ 8 ഭാഗങ്ങളാക്കാണെന്ന് വിചാരിക്കാം. 8 ഭാഗങ്ങളാക്കി. അതൊരു ഭാഗം എടുക്കണം. കണ്ടോ? 8-1. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരേ സൈസാണ്. ഇവിടുത്തെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നോക്കി, ഇതിൽ ഏതാ വലുത്? ഇതായിരിക്കും. ഈ എടുത്ത് കിട്ടിയ ആളിനായിരിക്കും വലുത് കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? കാര്യം ഒരു സാധനത്തിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് ഒരു ഭാഗം എടുക്കുക. ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? അതേ സാധനം നമ്മൾ 6 ഭാഗങ്ങളാക്കുകയാണ്. ഈ 6 ഭാഗം നിങ്ങൾ ആലോചിക്കുന്നത്, വീട്ടിലൊരു കേക്ക് വാങ്ങിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ 6 പേരുണ്ടെന്ന് വിചാരിക്കുക. വീട്ടിൽ 6 പേരുണ്ട്. നിങ്ങൾ അതിനെ 6 മുറിക്കും അല്ലേ? ഒരു കേക്കിനെ 6 മുറിക്കും. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ 4 പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവരത് 4 ഭാഗിച്ചാൽ പോരെ? അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വലിയ പീസ് കിട്ടുന്ന ആർക്കായിരിക്കും? 4 പേരുള്ള കുടുംബത്തിനായിരിക്കും. ശരിയല്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ 6 പേരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? നിങ്ങൾക്ക് കുറച്ച് ചെറിയ പീസേ കിട്ടുള്ളൂ. ഇനി അപ്പുറത്തെ വീട്ടിൽ 8 പേരുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി പീസ് ചെറുതാവും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1/4, 1/6, 1/8. എന്താ മീനിങ്? ഒരു സാധനത്തിനെ 4 ഭാഗമാക്കിയാൽ ഒരു ഭാഗം അല്ലേ? ഒന്നിനെ 6 ഭാഗമാക്കി. ഒരു സാധനത്തിനെ മോളിന് എന്ത് വന്നാലും ഒരു സാധനം ചിന്തിക്കുക. ഒരു സാധനത്തിനെ 6 ആക്കി, അതൊരു ഭാഗം. ഒരു സാധനത്തിനെ 8 ആക്കി, അതൊരു ഭാഗം. ഏതായിരിക്കും വലുതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, അത് ഒന്നിനെ 4 ഭാഗിക്കും. അറിയാം, താഴെയുള്ള ആളിൻ്റെ എണ്ണം കുറയുമ്പോൾ എന്ത് ചെയ്യും? കിട്ടുന്ന പീസിൻ്റെ സൈസ് വലുതാവും. അങ്ങനെയല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ആളിൻ്റെ എണ്ണം കുറയുമ്പോൾ പീസിൻ്റെ സൈസ് വലുതാവും നമ്മുടെ വീട്ടിൽ. അങ്ങനെയല്ലേ? അപ്പം നമുക്ക് ഇവിടെ നോക്കി 1/8, 1/4, 1/6, 1/2. ഏതായിരിക്കും വലുതെന്ന് പറയാം? നമുക്ക് നോക്കാം. മുകളിലെല്ലാം ഒരുപോലെ അല്ലേ? ശരിയല്ലേ? കൺഫ്യൂഷൻ ആയി പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ് എഴുതരും, അത് പഠിക്കും. ഓക്കെ, എന്താ മീനിങ്? ഇവിടെ 8 പേരുള്ള കുടുംബം.
4 പേരുള്ള കുടുംബം, 6 പേരുള്ള കുടുംബം, 2 പേരുള്ള കുടുംബം. കുടുംബം വെച്ച് ആലോചിച്ചാൽ മതി. ഒരു കുടുംബത്തിൽ 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂവെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും വലിയ പീസ് കിട്ടുന്നത്. സോ ഇതായിരിക്കും വലുത്. ശരിയല്ലേ? കാര്യം ഒന്നിനെ ഒരു സാധനത്തിന് 2 ആയിട്ട് ഭാഗിച്ചാൽ മതി അവിടെ. അപ്പോൾ പകുതി കിട്ടും. ഇവിടെ ഒരു സാധനത്തിന് 6 ആയിട്ട് ഭാഗിക്കണം ആ വീട്ടിൽ. ശരിയല്ലേ? ചെറിയ പീസാവും. ഒന്നിനെ 4 ആയിട്ട് ഭാഗിക്കണം, അവിടെയും ചെറുതാവും. ഒന്നിനെ 8 ആയിട്ട് ഭാഗിക്കണം, വളരെ ചെറുതാവും. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഒന്നിനെ 8 ആയിട്ട് ഭാഗിച്ച സ്ഥലത്തായിരിക്കും. സോ ഇതാണ് ചെറുത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? നമുക്കിനി ലോജിക്ക് നമ്മൾ പറഞ്ഞു, ഒന്നിനെ 8, അതായത് താഴെ നമ്മൾ വരുമ്പോൾ ഒരുപോലെ അംശം വരുമ്പോൾ എന്ത് ചിന്തിച്ചാൽ മതി? താഴെയുള്ളത് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണമാണ്. അംഗങ്ങളുടെ എണ്ണം 8 ആവുമ്പോൾ പീസിൻ്റെ സൈസ് കുറയും, 4 ആകുമ്പോൾ കുറച്ച് വലിയ സൈസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? ഡയലോഗ് എഴുതി പഠിക്കുന്നവർ നമുക്ക് എങ്ങനെ പഠിക്കാം? അംശങ്ങൾ ഒരുപോലെയാണെങ്കിൽ ചെറിയ അംശം വരുന്നതായിരിക്കും വലിയ ഭിന്നം, വലിയ അംശം വരുന്നതായിരിക്കും ചെറിയ ഭിന്നം. നമ്മൾ നേരത്തെ പഠിച്ചത് നേരെ ഉൾട്ടയാണ്, തിരിച്ചാണ്. ശരിയല്ലേ? എന്ത് പറയുന്നു? ഒരുപോലെ നോട്ട് എഴുതി വെച്ചോളുക. അംശങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഛേദം ചെറുത് വലുതും ഛേദം വലുത് ചെറുതുമായിരിക്കും. തിരിച്ചും മറിച്ചുമാണ്. ഛേദം ചെറുതാവുമ്പോൾ അത് വലിയ ഭിന്നമാവും, ഛേദം വലുതാവുമ്പോൾ അത് ചെറിയ ഭിന്നമാവും. തിരിഞ്ഞു പോകരുത്. എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോളുക. ഞാൻ ലോജിക്കലി പറഞ്ഞത് നമ്മൾ ഒരുപോലെ അംശം വന്നാൽ കുടുംബത്തിനെ വെച്ച് നോക്കുക എന്നുള്ളതാണ്, കുടുംബത്തിലെ അംഗങ്ങളെ വെച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൺഫ്യൂസിങ് ആയി പോകരുത് കേട്ടോ. രണ്ടും പറഞ്ഞു പോകുന്നത് ചിലപ്പോൾ രണ്ടിന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. ചിലർക്ക് ലോജിക്കായിരിക്കും ബെറ്റർ, ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് എഴുതി പഠിക്കുന്നതായിരിക്കും. എനിവേ നോക്കിയേ, ഇവിടെയും എന്താണ് പ്രത്യേകത? അംശങ്ങൾ ഒരുപോലെയാണ്. ശരിയല്ലേ? അംശങ്ങൾ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അംശങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്ത് ചിന്തിക്കണം? നമ്മൾ നോക്കുന്നത് എന്താണ്? ഛേദം വലുതാരെന്ന് നോക്കും. ഇവിടെ നോക്കിയേ, എല്ലാം 8 ആണ്. ഒന്നും തന്നെ ചിന്തിച്ചാൽ മതി, എല്ലാം 8 ആണ്. അപ്പോൾ 9 പേരുണ്ടല്ലേ, 9 കുടുംബാംഗങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 10 കുടുംബാംഗങ്ങളുണ്ട്, ഇവിടെ 15 കുടുംബാംഗങ്ങളുണ്ട്, ഇവിടെ 8 കുടുംബാംഗങ്ങളുണ്ട്. ശരിയല്ലേ? നോക്കും നമ്മൾ അല്ലെ, ഏറ്റവും ചെറിയ കുടുംബാംഗങ്ങൾ എവിടെയാണോ വരുന്നത് അവർക്കായിരിക്കും വലിയ പീസ് കിട്ടുക. കുടുംബങ്ങളുടെ എണ്ണം കുറയുമ്പോൾ സൈസ് വലുതാവും. അപ്പോൾ നോക്കി, ഏറ്റവും ചെറിയ 8 അല്ലേ? അപ്പോൾ 8 ഇതായിരിക്കും വലുതല്ലേ? അതായിരിക്കും വലുത്. കാര്യം എന്താണ്? അവിടെ കുടുംബാംഗങ്ങളുടെ എണ്ണം കുറവാണ്, അപ്പോൾ ഓരോരുത്തർക്കും വലിയ പീസ് കിട്ടും. ഇനി ഏറ്റവും കൂടുതൽ കുടുംബാംഗങ്ങളുള്ളവർ 10 പേരുണ്ട് ഇവിടെ. ഈ വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പീസിന്റെ എണ്ണം ചെറുത്, അല്ലെങ്കിൽ സൈസ് ചെറുതായിരിക്കും. സോ ഇതാണ് ചെറുത്. ക്ലിയർ അല്ലേ? ലോജിക്കലി നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരു ലൈഫിൽ ഇവന്റ് വെച്ച് ആലോചിച്ചപ്പോൾ നമുക്കത് പെട്ടെന്ന് കിട്ടാവുന്നതാണ്. അപ്പോൾ അല്ലാത്തത് എങ്ങനെ ചിന്തിക്കണം? ഛേദം വലുതാവുമ്പോൾ ചെറുതും ഛേദം ചെറുതാവുമ്പോൾ വലുതും എന്ന് ചിന്തിച്ചാലും മതി. അപ്പോൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം കൂടെ കൺഫ്യൂസിങ് ആയി പോകരുത്. എന്തുണ്ടെങ്കിലും പറയുക, നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ അത് രണ്ടും കഴിഞ്ഞു. മൂന്നാമത്തെ മോഡലിലേക്ക് നമ്മൾ വരികയാണ്. മൂന്നാമത്തെ മോഡൽ നോക്കി, ഇങ്ങനെ കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, ഛേദങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടി എന്ത് നോക്കും? ഛേദങ്ങൾ ഒരുപോലെയാണെന്ന് നോക്കും? ഇല്ല. അംശങ്ങൾ ഒരുപോലെയാണെന്ന് നോക്കും? ഇല്ല അല്ലേ? അവിടെ ഒന്നും ഒരുപോലെ അല്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോന്നും എടുക്കുക. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ്? 6/7 എടുക്കുന്നു, ദെൻ 8/9 എടുക്കുന്നു, ദെൻ 10/11 എടുക്കുന്നു, 12/13 എടുക്കുന്നു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഛേദങ്ങൾ ഒരുപോലെ അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടതാ ഈ ഛേദം മൈനസ് അംശം നോക്കുക. ഛേദം അംശം കുറച്ച് നോക്കിയേ, 1 അല്ലേ? 9 - 8 1 അല്ലേ? 11 - 10 1 അല്ലേ? 13 - 12 1 അല്ലേ? അതായത് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഛേദം മൈനസ് അംശമാണ് കേട്ടോ. ഈ ഡിഫറൻസ് എപ്പോഴും 1 ആണ് കിടക്കുന്നത്. ശരിയല്ലേ? എപ്പോഴും ഛേദം മൈനസ് അംശം തന്നെ നോക്കണം. അപ്പോൾ നോക്കിയേ, ഛേദം മൈനസ് അംശം നോക്കുമ്പോൾ ഡിഫറൻസ് 1 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ വലിയ ഭിന്നമേത് ചെറിയ ഭിന്നമേതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഈ ഭിന്നസംഖ്യകളിൽ ഇപ്പോൾ വ്യത്യാസം 1 ഡിഫറൻസ് 1 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയ അംശമുള്ളത് അല്ലെങ്കിൽ വലിയ അംശവും വലിയ ഛേദവും ഉള്ളത് എന്തായിരിക്കും? വലിയ ഭിന്നസംഖ്യയായിരിക്കും. ചെറിയ അംശവും ചെറിയ ഛേദവും ഉള്ളത് ചെറിയ ഭിന്നസംഖ്യയായിരിക്കും. സിമ്പിൾ നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിൽ വലിയ അംശവും വലിയ ഛേദം ഏതാണ്? വലിയ അംശം ഏതാണ്? 12 ആണ് അല്ലേ? വലിയ ഛേദം ഏതാണ്? 13 ആണ് അല്ലേ? സോ ഇതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഇതിൽ ചെറിയ അംശം ഏതാ? 6, 8, 10 6 അല്ലേ ചെറുത്? ചെറിയ ഛേദം ഏതാ? 7 7, 9, 11, 13 ചെറുത് 7 അല്ലേ? സോ ഇതായിരിക്കും ചെറുത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. ക്ലിയർ അല്ലേ? നോക്കിയേ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നോക്കാം, നമുക്ക് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 4/7, ദെൻ 8/11, ദെൻ 14/17, ദെൻ 13/16. എന്താ പരിപാടി? കുറയ്ക്കും. 7 - 4 എത്രയാ? 3. 11 - 8 എത്രയാ? 3. 17 - 14 എത്രയാ? 3. 16 - 13 എത്രയാ? 3. ഡിഫറൻസ്. ഓക്കെ അല്ലേ? ശരിയല്ലേ?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കും ഒരേ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ഛേദം മൈനസ് അംശം, ഒരേ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ അംശം നോക്കും. വലിയ അംശം ഏതാ? വലിയ അംശം 14 അല്ലെ, ഇത് 13 അല്ലേ, 14. വലിയ ഛേദം ഏതാ? 17 തന്നെയാണ്, അങ്ങനെ വരുള്ളൂ. സോ ഇതാണ് വലുത്, ഈ സംഖ്യയാണ് വലുത്. ചെറുത് എന്തായിരിക്കും? ചെറിയ അംശം 4 അല്ലേ, ചെറിയ ഛേദം ഏതാ? ചെറിയത് 7 അല്ലേ, അപ്പോൾ ഇതായിരിക്കും ചെറുത്. അപ്പോൾ എന്ത് പറയാം? ഛേദം മൈനസ് അംശം എന്ന് പറയുന്നത് ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് ഒരുപോലെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വലിയ അംശവും വലിയ ഛേദവും ഉള്ളത് വലിയ ഭിന്നസംഖ്യയും ചെറിയ അംശവും ചെറിയ ഛേദവും ഉള്ളത് ചെറിയ ഭിന്നസംഖ്യയുമായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെല്ലാം സാധാരണ ഭിന്നമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് വിഷമ ഭിന്നമാകുകയാണെങ്കിൽ ഇത് നേരെ ഉൾട്ടയാണ് ആകുന്നത്. മീൻസ് ഈ സാധനം തിരിഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയേ, നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ എടുത്ത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇതാ ഈ 16/8. ഓക്കെ, ഡിഫറൻസ് 8 അല്ലേ. സോ 16/8 നമുക്ക് എടുക്കാം. ദെൻ നമുക്ക് ഇതുപോലെ വരുന്ന 12/4 എടുക്കാം. ഡിഫറൻസ് 8 അല്ലേ. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഛേദം മൈനസ് അംശം എടുക്കുമ്പോൾ മൈനസാണ് വരുന്നത്. ഛേദം മൈനസ് അംശം എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ച് അംശം മൈനസ് ഛേദം എടുത്ത് നോക്കിയേ. അംശം മൈനസ് ഛേദം ഡിഫറൻസ് 8 ആണ്. 12-4 ഡിഫറൻസ് 8 ആണ്. കണ്ടോ? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പക്ഷേ നമ്മളൊന്ന് ചെയ്ത് നോക്കിയേ, 16/8 ആൻസർ എത്രയാണ്? 2 ആണ്. 12/4 ഉത്തരം എന്താണ്? 3 ആണ് ഡിവൈഡ് ചെയ്യുമ്പോൾ. ശരിയല്ലേ? ഏതാ വലുത്? 3 ആണ് വലുത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ഉൾട്ടയാവുകയാണ്. അതായത് ചെറിയ ഛേദവും ചെറിയ അംശവും ഉള്ളതാണ് വലുതായിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ചെറുതായി, കാര്യം വലിയ അംശവും വലിയ ഛേദവും ചെറുതായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് സാധാരണ ഭിന്നമാണെങ്കിൽ ഈ കോൺസെപ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ചെറിയ അംശവും ചെറിയ ഛേദവും ഉള്ളത് ചെറുത്, വലിയ അംശവും വലിയ ഛേദം ഉള്ളത് വലുത്. ഇനി തന്നിരിക്കുന്നത് വിഷമ ഭിന്നമാണെങ്കിൽ, മീൻസ് ഈ വിഷമ ഭിന്നമാണെങ്കിൽ അംശം മൈനസ് ഛേദം എടുക്കുക, അംശം മൈനസ് ഛേദം. അപ്പോൾ ഇത് നേരെ ഉൾട്ടയാവും. അംശം മൈനസ് ഛേദം എടുക്കുമ്പോൾ ഡിഫറൻസ് ഒരുപോലെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്താലും മതി, തിരിച്ച് പഠിക്കണം. ഛേദം മൈനസ് അംശം എടുത്താലും മതി. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വിഷമ ഭിന്നമാണെങ്കിൽ ഛേദം മൈനസ് അംശം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. നെഗറ്റീവ് കാര്യം എന്താണ്? ഇങ്ങനെയല്ല എടുക്കുന്നത്. 8 - 6 -8 കണ്ടോ? കുഴപ്പമില്ല, ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് മൈനസ് വരുമ്പോൾ ഓർത്തോളൂ, ഛേദം മൈനസ് അംശം മൈനസ് എന്ന അർത്ഥം എന്താണ്? അത് വിഷമഭിന്നം എന്നാണ്. വിഷമഭിന്നത്തിനാണെങ്കിൽ നേരെ നമ്മൾ പറഞ്ഞാൽ ഉൾട്ടാവും. എന്താണ്? വലിയ അംശവും വലിയ ഛേദമുള്ളത് ചെറുതായിരിക്കും, ചെറിയ അംശവും ചെറിയ ഛേദമുള്ളത് വലുതുമായിരിക്കും. തിരിച്ച് ഒന്ന് മാത്രം പഠിച്ച് വെച്ചാൽ മതി, മറ്റത് തിരിച്ചായിരിക്കും. എല്ലാം കൂടെ കൺഫ്യൂസിങ് ആണെങ്കിൽ ഞാൻ ഇതിൽ അവസാനം പറഞ്ഞ മെത്തേഡ് മാത്രം കാണാൻ പഠിച്ച് വയ്ക്കുക, എങ്കിലേ പറ്റുള്ളൂ. വെറുതെ കൺഫ്യൂഷനാക്കി നിങ്ങൾ വയ്ക്കേണ്ട. ഓക്കെ അല്ലേ? സോ അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ 3 ടൈപ്പായി: ഒരേ ഛേദം, ഒരേ അംശം, ദെൻ ഛേദം മൈനസ് അംശം എന്താണ് ഒരുപോലെ വരുന്നുണ്ട്, ഡിഫറൻസ് ഒരുപോലെ വരുന്നുവെങ്കിൽ അതിൽ എന്തുണ്ട്? സാധാരണ ഭിന്നമുണ്ട്, വിഷമ ഭിന്നമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇനിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെയുണ്ട്. ദെൻ 4ാമത്തെ മോഡലിലേക്ക് നമ്മൾ വരികയാണ്. എന്താണ് 4ാമത്തെ മോഡൽ എന്ന് പറയുന്നത്? നോക്കിയേ, 1/2, 3/5, ദെൻ 2/3, ദെൻ 1/4. ഇതിലേതാണ് വലുത്? നോക്കിയേ, അംശങ്ങൾ ഒരുപോലെ അല്ല, ഛേദങ്ങൾ ഒരുപോലെ അല്ല. ഡിഫറൻസ് നോക്കിയേ, ഡിഫറൻസ് 2 നമ്മൾ ഡിഫറൻസ് 2 - 1 1, 5 - 3 2, 3 - 2 1, 4 - 3 1 3. ഡിഫറൻസ് എല്ലാം വ്യത്യാസമാണ്. ഈ 2 മാത്രമേ ഒരുപോലെ ഉള്ളൂ, ബാക്കി എല്ലാം ഡിഫറൻ്റ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഡിഫറൻ്റ് നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളും വന്നിട്ടില്ല, വേറെ ഒന്നാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഇത് 2 മാത്രം കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? ഏതാണ് വലുതെന്ന് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ വലുതും കണ്ടുപിടിക്കണം, ചെറുതും. ഞാനിവിടെ പറയണത് വലുത് കണ്ടുപിടിക്കാൻ പറയുകയാണ്. നമുക്ക് വലുത് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ വലുത് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് ഇത് 2 ഏത് വലുതെന്ന് പറയാൻ പറ്റും പെട്ടെന്ന്. കാരണം ഡിഫറൻസ് ഇത് 2 ഡിഫറൻസ് ഒരുപോലല്ലേ, ഛേദം മൈനസ് അംശം ഒരുപോലല്ലേ. അപ്പോൾ വലുത് ഏതായിരിക്കും? വലിയ ഛേദവും വലിയ അംശം ഉള്ളതായിരിക്കും. 1 ചെറിയ അംശം, 2 അല്ലേ വലുത്, അപ്പോൾ ഇതായിരിക്കും വലുത് എന്ന് പെട്ടെന്ന് ചൂസ് ചെയ്യാം. തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് ഈ ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എടുത്താൽ ഇങ്ങനെ ക്രോസ് ചെയ്യും. 5 × 1 ഇതിൻ്റെ മുകളിൽ എഴുതും കണ്ടോ. 2 × 3 ഇതിൻ്റെ മുകളിൽ എഴുതും കണ്ടോ. 6. ശരിയല്ലേ? വലുതല്ലേ? നമുക്ക് വലുതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയെങ്കിൽ ഇതിൽ വലുത് ഏതാ? 5ലും 6ലും 6 അല്ലേ വലുത്. അപ്പോൾ 6ൻ്റെ താഴെ വന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഏതാ? 3/5. അതായിരിക്കും വലുത്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ഗുണിച്ച് ഇവിടെ എഴുതും, ഇങ്ങനെ ഗുണിച്ച് ഇവിടെ എഴുതും. അത് വലുത് ഏതാണ്? അതെടുക്കും. ചെറുതാണ് ക്വസ്റ്റ്യനെങ്കിൽ ഇതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2ൽ വലുത് ഏതാണ്? 3/5 ആണ്. ഓക്കെ അല്ലേ? സോ അത് കിട്ടി. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ്. എങ്ങനെയാണ്? 3/5 ഇതും കൂടെ നോക്കാം. 3 × 3 9 ഇവിടെ എഴുതും.
5 × 2 10 ഇവിടെ എഴുതാം നോക്ക്. ഏതാ വലുത്? 2/3 വലുത്, കാര്യം 10 അല്ലേ വലുത്. അപ്പോൾ 2/3 ആണ് വലുത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആരെ കിട്ടി വലുതായിട്ട്? 2/3 കിട്ടി. അത് വിട്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും. 4 × 2 8, 3 × 1 3. ശരിയല്ലേ? മനസ്സിലായല്ലോ? വലുത് ഏതാ? 8 വലുത്. സോ ആൻസർ എന്താണ്? 2/3 ആണ് ഇതിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒന്നുകൂടെ നോക്കുന്നത് ക്ലിയർ ആവും. അടുത്ത ഏതാ? 7/10, 5/8, 4/5, 3/4. നമ്മൾ നോക്കും ഛേദങ്ങൾ ഒരുപോലെയല്ല, അംശങ്ങൾ ഒരുപോലെയല്ല. ഡിഫറൻസ് ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 1, ഇവിടെ 1. വേണമെങ്കിൽ ഡിഫറൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. തൽക്കാലം നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി നമുക്കത് വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് എടുക്കും. ഇതെങ്ങനെ മൾട്ടിപ്പിൾ? 8 × 7 56, 10 × 5 50. സോ ഏത് വലുത്? 7/10 വലുത്. കാര്യം 56 താഴെയുള്ള 7/10 ആണ്. അപ്പോൾ 7/10 4/5 എടുക്കാം. 7/10 4/5. 5 × 7 35, 10 × 4 40, 40 താഴെ 4/5 അല്ലേ. അപ്പോൾ 4/5 വലുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4/5 ഇതും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 4 × 4 16, 5 × 3 15. ഏത് വലുത്? 16 വലുത്. സോ ഏതാണ് വലുത്? 4/5 ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നോക്കാം. നമുക്ക് 7/10, 5/8, 4/5, 3/4. എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഗുണിക്കും. 56 അല്ലേ. ഇങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 കിട്ടും. സോ വലുത് ഏത്? 7/50. പക്ഷെ നമുക്ക് ചെറുതല്ലേ ആവശ്യം. നമുക്ക് 5/8 എടുക്കാം. അപ്പോൾ 5/8 ചെറുതാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെറുത് നോക്കുകയാണ്. നോക്കി ഇങ്ങനെ ഗുണിക്കുന്നു. 25, 32. ഏതാ ചെറുത്? 5/8 തന്നെയാണ് ചെറുത്. ഇനി 5/8 ഇത് നമ്മൾ കമ്പയർ ചെയ്യാണ്. 5/8 3/4. ഗുണിച്ച് നോക്കി. 4 × 5 20, 8 × 3 24. ചെറുത് ഏത്? 5/8. സോ ആൻസർ എന്ത് തന്നെയാണ്? 5/8 തന്നെയാണ് ചെറുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉള്ളതിൽ ഏറ്റവും ചെറുത് 5/8. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 4 ടൈപ്പും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ 3 ടൈപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കി ചെയ്യാൻ പറ്റും. ചെയ്ത് ഗുണിച്ച് നോക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പഠിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ ബെറ്ററായി. ഇതാണ് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കഴിയുമ്പോൾ ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്ക് ഏകദേശം നമ്മൾ ചെയ്ത് കഴിയും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതുകൂടെ കഴിയുമ്പോൾ നമ്മൾ ടോപ്പിക്ക് കഴിയാണ്. ഒന്ന്, ഒരു ഭിന്നസംഖ്യ എങ്ങനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തേത് അതിൻ്റെ വർഗ്ഗവും വർഗ്ഗമൂലവും കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് ആദ്യം ദശാംശ രൂപത്തിലേക്ക് വരാം. എങ്ങനെ നമുക്ക് ദശാംശ രൂപത്തിലാക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഈ 3/5 എന്ന് പറയുന്ന സംഖ്യയുടെ ദശാംശ രൂപം നമുക്ക് 2 രീതി കണ്ടുപിടിക്കാം. ഒന്ന്, നോർമൽ നമ്മൾ ചെയ്യുന്ന ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇതിന് മീനിങ് എന്താ? 3നെ 5 കൊണ്ട് ഹരിക്കുക എന്നല്ലേ. സോ 3/5 എന്നല്ലേ. നമ്മൾ എന്താ ചെയ്യുക? 3ൽ 5 പോവില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡെസിമൽ കൊടുത്തിട്ട് 0 കൊടുക്കും. ഓക്കെ അല്ലേ? ഇതിന് നമ്മൾ എന്ത് ചെയ്യും? 5 എത്ര പ്രാവശ്യം 30ൽ പോവും? 6 5 30. സോ കുറയ്ക്കുമ്പോൾ ബാലൻസ് 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 3/5ൻ്റെ ആൻസർ 0.6 എന്നാണ്, അല്ലെങ്കിൽ 0.6 എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇനി ഇതല്ലാതെ നമുക്ക് വേറെ രീതി ചെയ്യാൻ പറ്റും. എന്ന് ചോദിച്ചാൽ 3/5 നമുക്ക് ഛേദം വേണമെങ്കിൽ 10, 100, 1000 അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ് കുറച്ച്. എങ്ങനെയെന്നറിയാവോ? നമ്മൾ 5നെ ഞാൻ 2 കൊണ്ട് ഗുണിക്കുകയാണ്. താഴെ മാത്രം ഗുണിക്കാൻ പറ്റില്ല, മുകളിലും ഗുണിച്ചു. എന്തിനാ ഗുണിച്ചത്? അങ്ങനെ ഗുണിക്കുമ്പോൾ ഛേദം 10 ആവും. മുകളിൽ 3 കൊണ്ട് എത്രയാവും? 6 ആവും. കണ്ടോ? അങ്ങനെ ആകുമ്പോൾ 10 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി എന്താണ്? സംഖ്യ അങ്ങ് എഴുതിയിട്ട് സംഖ്യയുടെ താഴെ എത്രയാ? 10 അല്ലേ? 10 ആയതുകൊണ്ട് ഒരു ദശാംശ സ്ഥാനം കൊടുത്താൽ മതി. 0.6. കണ്ടോ? ഇത് തന്നെ കിട്ടിയില്ലേ? ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇനി വേറെ സാധനം ഉണ്ട്. ഇപ്പം നമുക്ക് ചോദിക്കുകയാണ് 36/25. പെട്ടെന്ന് എങ്ങനെ ചെയ്തു പോലെ നമുക്ക് 25നെ 10 ആക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഗുണിക്കും മുകളിലും താഴെയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് 100 ആവും. അതായത് 36 × 4 144/100 എന്നാവും. കണ്ടോ? അപ്പോൾ ഈ ഹരിക്കാൻ എളുപ്പമാണ്. 2 സ്ഥാനം മാറ്റി ദശാംശം കൊടുത്ത് 144 എഴുതി വയ്ക്കുന്നു. താഴെ 100 ആയതുകൊണ്ട് 1 2 1.44. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 125/8 എന്ത് ചെയ്യും? നമ്മൾ 125/8 ഒരു മെത്തേഡ് ഇതാണ്. 125 നമ്മൾ എന്ത് ചെയ്യും? 8 കൊണ്ട് ഹരിക്കും. നോക്കിയേ, 1 8 8, ബാലൻസ് 4 45. എന്ത് വരും? 5 8 40. വീണ്ടും ബാലൻസ് 5 പോവില്ലല്ലോ. ദശാംശം കൊടുത്തിട്ട് 0 കൊടുക്കും. അറിയാമല്ലോ, ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവാണ്. കാര്യം നമ്മൾ അറിയാന്നുള്ള കേസ് ആയിരിക്കും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. സോ ദശാംശം കൊടുത്തു, 0 കൊടുത്തു. എന്ത് വരും? നമുക്ക് 5 8 6 8 48 അല്ലേ? 6 8 48. വീണ്ടും 2 വരുന്നു, 0. ഇനി ദശാംശം കൊടുക്കണ്ട. അത് ദശാംശം കൊടുത്തു അല്ലേ? 2 8 16. ഇത് വീണ്ടും 4 വരുന്നു, 0 കൊടുക്കുന്നു. എന്ത് വരും? 5 8 40. സോ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് 15.625 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കുഴപ്പമില്ലല്ലോ.
ഇത് വേണമെങ്കിൽ മറ്റേ മെത്തേഡ് ചെയ്യാം, പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? സോ അത് നമുക്ക് ആൻസറായി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, എന്താ പറയാം, 1/8 വർഗ്ഗമൂലം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന നോക്കാം, സംശയങ്ങളെ ക്ലിയർ ചെയ്യാം. നോക്കിയേ, 1/8 വർഗ്ഗം എന്ത് മീൻസ് 1/8 സ്ക്വയർ എന്ത് ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും 1/8 സ്ക്വയർ എന്ന് എഴുതരുത്. ഇതിന് മീനിങ് എന്താ, 1ന്റെ മാത്രം സ്ക്വയർ എടുക്കണം എന്നാണ്. അങ്ങനെയല്ല, 1/8 ഹോൾ സ്ക്വയർ. എന്താ ഹോൾ സ്ക്വയറിന്റെ മീനിങ്? 1ന്റെ സ്ക്വയർ എടുക്കണം 1/8ന്റെ സ്ക്വയർ എടുക്കണം 64. അതായത് ഹോൾ സ്ക്വയർ മീൻസ് 2ന്റെയും സ്ക്വയർ എടുക്കണം. അപ്പോൾ 1/64 എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, 8ന്റെ സ്ക്വയർ 64. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഇനി നോക്കിയേ, ഇതിന്റെ വർഗ്ഗം, അതായത് ഒരു മിക്സർ ഫ്രാക്ഷൻ തന്നെയാണ് 5ഉം 2/1 വർഗ്ഗം എന്ത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ് എന്താണ്, ഒരിക്കലും നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളണം നമുക്ക് മിക്സർ ഫ്രാക്ഷൻ ഇട്ട് മിശ്ര ഭിന്നമിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പഠിച്ചു വെച്ചുകൊള്ളുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം എന്താണ്, നമ്മൾ ഇതിനെ ഉടനെ എന്തിലോട്ട് മാറ്റും, വിഷമ ഭിന്നത്തിലോട്ട് മാറ്റും. ഏതിനെ? 5 2 എങ്ങനെയാണ്, ഇൻറ്റു പ്ലസ് 2 × 5 10, 10 + 1 11. താഴെ ആരെ എഴുതും, ഇവിടുത്തെ ഛേദം 2ന്റെ എഴുതും. കണ്ടോ, സ്ക്വയർ കൊടുത്തു. ക്ലിയർ ആയല്ലോ? മിശ്ര ഭിന്നത്തിന്റെ വിഷമമാക്കി സ്ക്വയർ കൊടുത്തു, ഒന്നുമില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും, 11ന്റെ സ്ക്വയർ എത്രയാണ്, 121 ബൈ 2ന്റെ സ്ക്വയർ 4. 2ന്റെ സ്ക്വയർ എടുക്കണം, തിരിഞ്ഞു പോകരുത്. 11ന്റെ സ്ക്വയർ എടുക്കും, 2ന്റെ സ്ക്വയർ എടുക്കും. പക്ഷേ ആൻസറിൽ എന്തായിരിക്കും, മിക്സർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മിക്സർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സിമ്പിളാണ്, എങ്ങനെ എഴുതി പെട്ടെന്ന് കിട്ടും. 121/4 പെട്ടെന്ന് പറഞ്ഞ് 34 120, ബാലൻസ് എത്രയാ, 1. ശരിയല്ലേ? 34 120 ബാലൻസ് 1. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കി, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? സോ 30 വരയിട്ടു, ഇവിടെ വന്നു 1 മുകളിൽ എഴുതി, കറങ്ങി ഇവിടെ 4. 30ഉം 4 എന്നാണ് ഇതിൻ്റെ ആൻസർ. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, കുഴപ്പമില്ലല്ലോ. ശരി, നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്വസ്റ്റ്യൻ വർഗ്ഗമൂലം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 169/225 എന്നുള്ള ചോദ്യം. സിമ്പിൾ, എന്ത് ചെയ്താൽ മതി, നമ്മൾ പറഞ്ഞതുപോലെ 2നും ഉണ്ട് സ്ക്വയർ റൂട്ട്. സോ 169ന്റെ സ്ക്വയർ റൂട്ട് 13 എന്നാണ്, 225ന്റെ സ്ക്വയർ റൂട്ട് 15 എന്നാണ്. സോ ആൻസർ 13/15. നിങ്ങളൊരു 25 വരെ അല്ലെങ്കിൽ 20 വരെയെങ്കിലും മിനിമം സ്ക്വയർ റൂട്ടും കാണാൻ പഠിച്ച് വെക്കണം കേട്ടോ. സ്ക്വയർ പഠിച്ചാൽ മതി, അപ്പോൾ സ്ക്വയർ റൂട്ട് അറിയാമായിരിക്കും. ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. എങ്ങനെ ചെയ്തു, 169ന്റെ റൂട്ട് 13, 225ന്റെ റൂട്ട് 15. കഴിഞ്ഞു, സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, 1ഉം 9/16ന്റെ വർഗ്ഗമൂലം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വർഗ്ഗമൂലം ഓഫ് എന്തിൻ്റെ, 1ഉം 9/16ഉം എന്താ പഠിച്ചു വെച്ചേക്കുന്നത്, മിക്സർ ഫ്രാക്ഷൻ ഇട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്. സോ എന്തിലോട്ട് മാറ്റും, വിഷമ ഭിന്നത്തിലോട്ട് മാറ്റും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, ഗുണിച്ചു കൂട്ടി, 16 × 1 16 + 9 25, 25/16 എന്ന് പറയണ്ട, കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. അപ്പോൾ പറഞ്ഞേ 25/16, 25ന്റെ റൂട്ട് 5, 16ന്റെ റൂട്ട് 4, 5/4 എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? കാര്യം ഓപ്ഷനകത്ത് കാണില്ല. നമ്മൾ എന്ത് ചെയ്യും, 5നെ 4 കൊണ്ട് ഹരിക്കും. ഒരു 4 4, ബാലൻസ് 1. എവിടെ സ്റ്റാർട്ട് ചെയ്യും, 1ൽ സ്റ്റാർട്ട് ചെയ്യും. 1 എഴുതി, കറങ്ങി ഇവിടെ വരും, വരയിട്ടു, 1ന് മുകളിൽ കറങ്ങി ഇവിടെ വരും, 4 1ഉം 4 1. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോട് പറയുക. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫ്രാക്ഷൻസിലുള്ള ഭിന്നസംഖ്യയിലുള്ള ഏകദേശം എല്ലാ തരത്തിലുള്ള മോഡലുകളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ബൾക്കായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെറുതെ വന്ന് ചെയ്തു പോവുകയല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത് നോക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ പഠിപ്പിച്ച എല്ലാം നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. എങ്കിലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് ആ ഒരു ക്ലാസ് എടുക്കാം. ആ ക്ലാസ് എടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുക, ചെയ്ത് നോക്കാം. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത ദിവസം അങ്ങനെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ആ ക്ലാസ് വരെ അടുത്ത ദിവസം വീണ്ടും കാണാം.